നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹുവിനോട്. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. 7 വയസ്സുള്ള മുഹമ്മദും സഹോദരി സൈനയും രാവിലെ അവരുടെ ഭക്ഷണം 1 ഗ്ലാസ് വെള്ളമാണ്, ഉച്ചക്കും 1 ഗ്ലാസ് വെള്ളം. രാത്രിയിൽ കൂട്ടമായി വെളിയിൽ ഇറങ്ങുകയും മാലിന്യത്തിൽ തിരഞ്ഞ് വായിൽ വെക്കാൻ പറ്റുന്നത് കിട്ടിയാൽ അത് അത്താഴവും ആക്കും. അവരുടെ നെഞ്ചിലെ എല്ലുകൾ നോക്കാൻ എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ല. കൈകൾക്ക് പകരം 2 എല്ലും കഷ്ണങ്ങൾ തോളിൽ നിന്ന് തൂക്കിയിട്ടതുപോലെ. 7 വയസ്സുകാരൻ്റെ കവിള് കണ്ടാൽ 70 കഴിഞ്ഞ ആളെപ്പോലെ ശുഷ്കിച്ച് ശോഷിച്ച് ചുളിഞ്ഞുകൊണ്ട്. ഇത് മുഹമ്മദിൻ്റെയും സൈനയുടെയും മാത്രം കഥയല്ല. ഫലസ്തീനിലെ ഗസ എന്ന ചെറു തുരുത്തിലെ കാഴ്ചകളാണ്, അവിടെ താമസിക്കുന്നവരുടെ കാഴ്ചകളാണ്. ഒരു ബാലനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് നോക്കൂ. ക്ഷയരോഗം പിടിച്ചോ, ക്യാൻസർ പിടിച്ചോ, പോളിയോ ബാധിച്ചോ മരിച്ചതല്ല അവൻ, പട്ടിണി കിടന്ന് മരിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്രായേലിൻ്റെ നരനായാട്ടിൻ്റെ ദൃശ്യം. ഐശ്വര്യമുള്ള, പണമുള്ള, എല്ലാ സൗകര്യവുമുള്ള രാജ്യങ്ങൾക്ക് നടുവിലാണ് ഈ സംഭവം എന്ന് ഓർക്കണം. ഭക്ഷണ വിതരണ ശാലകൾ ഉള്ള ഒരു സ്ഥലത്താണ് ഈ പട്ടിണി മരണം എന്ന് ഓർക്കണം. ഒരു ബ്രെഡിൻ്റെ കഷ്ണം പോലും കിട്ടാതെ 3 ദിവസത്തിനുള്ളിൽ 40-ലേറെ ആളുകൾ അവിടെ മരിച്ചു വീണു എന്നാണ് റിപ്പോർട്ട്. ലോക വാർത്താ ഏജൻസി AFP പുറത്തുവിട്ട വിവരമാണിത്. ആ സ്ഥാപനത്തിൻ്റെ 190 വർഷത്തിനിടയിൽ തൻ്റെ സ്ഥാപനത്തിലെ ഒരു ജേർണലിസ്റ്റിന് ഭക്ഷണം കിട്ടാതെ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഗസയിലെ പട്ടിണി നമുക്ക് മനസ്സിലാക്കാം. മണ്ണും സെൽവയും ഇറക്കിയ നാഥ, നീ അവർക്ക് കരുണ ചെയ്യണേ.